മരിക്കും വരെ എൻ്റെ വാതിൽ നിങ്ങൾക്കായി തുറന്നിരിക്കും. ദുബായിയെ ആവേശക്കടലാക്കി രാഹുൽ ഗാന്ധി. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ കാണാനും കേൾക്കാനും ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയത് പതിനായിരങ്ങളാണ്. പ്രവാസികളെയും UAE പ്രധാനമന്ത്രിയെയും പുകഴ്ത്തിയാണ് രാഹുലിന്റെ പ്രസംഗം തന്നെ ആരംഭിച്ചത്. UAEയിലൂടെ യാത്ര ചെയ്തപ്പോൾ നിങ്ങളുടെ ഊർജവും അധ്വാനവും കാണാൻ സാധിച്ചു. ഈ രാജ്യത്തെ നിർമ്മിക്കാൻ നിങ്ങൾ വലിയ സഹായമാണ് ചെയ്തിട്ടുള്ളത്. വളരെ ആത്മാഭിമാനം നൽകുന്ന കാര്യമാണിത്. മഹാത്മാഗാന്ധി അഹിംസ എന്ന മഹത്തായ ആശയം ഉൾക്കൊണ്ടത് മതങ്ങളിൽ നിന്നാണ്. അതിൽ കൃത്യമായി പറയുന്നു, അക്രമം കൊണ്ട് നിങ്ങൾ ഒന്നും നേടുകയില്ല എന്ന്. ഇന്ത്യ എന്നത് കേവലം ഭൂമിശാസ്ത്രപരമായ ഒന്നല്ല. നിങ്ങൾ ദുബായിലേക്ക് വന്നു, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ത്യ എന്ന ആശയം എന്നും ഉണ്ടാകും. പ്രവാസികളോട് രാഹുൽ പറഞ്ഞ വാക്കുകളാണിത്. And if we are successful because of the value of tolerance, of listening, of working together, and most important, the value I saw, not only in the UAE, I'm not only speaking to you, I'm speaking to every single Indian. The fight was led by a non-resident Indian called Mahatma Gandhi. When we carried out the White Revolution, became #1 in milk production, that job was done by a non-resident Indian returned person. ഇവിടെ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് ഇന്ത്യയിൽ ഉള്ളതുപോലെയാണ് തോന്നുന്നത്. ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ വാതിലുകൾ നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കും. നിങ്ങൾ എവിടെ നിന്നും വരുന്നു, സ്ത്രീയാണോ പുരുഷനാണോ പ്രായമുള്ള ആളാണോ യുവാവാണോ എന്ന് എനിക്ക് പ്രശ്നമല്ല. എൻ്റെ ഹൃദയവും ചെവിയും എന്നും നിങ്ങൾക്കായി തുറന്നിരിക്കും. 2019 ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. നല്ല ആത്മവിശ്വാസമുണ്ടെന്നും മുന്നോട്ട് പോവുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി BJP രാഷ്ട്രീയത്തെയും ജനങ്ങളെയും വിഭജിക്കുകയാണെന്നും രാഹുൽ തുറന്നടിച്ചു. That you are India's future and we cannot build India without you. And I want you to do what you have done in Dubai, what you have done in the UAE, what you have done in the United States, what you have done in Europe, in Africa. I want you to help us. So the first problem that India needs to take head on, we are in a cricket stadium, not on the back foot, but on the front foot, is unemployment. It is going to be an expression of the millions and billions of Indians. It is going to be an expression of our farmers, of our youngsters, of women like you, and most importantly, it is going to be an expression of our NRI community. I want your voice to be inside the manifesto the Congress party produces. BJP അധികാരത്തിലേറ്റ ശേഷമുള്ള 4.5 വർഷം ഇന്ത്യയിൽ അസഹിഷ്ണുതയുടെ കാലഘട്ടമാണ്. വിനയമില്ലാതെ അസഹിഷ്ണുത അസാധ്യമാണെന്നും നരേന്ദ്രമോദിയെ പരോക്ഷമായി വിമർശിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു. ജനങ്ങൾക്കിടയിൽ ഐക്യമില്ല എങ്കിൽ ഇന്ത്യ തീർത്തും ദുർബലമായി പോകുമെന്നും രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകി. 2 ദിവസത്തെ സന്ദർശനത്തിനായി UAEയിൽ എത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് ഉജ്ജ്വലമായ വരവേൽപ്പാണ് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം നൽകിയത്. വസതിയിലെത്തിയ രാഹുൽ പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ സാം പിത്രോഡ, മലിദ് ദിയോറ എന്നിവരും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. ദുബായിലെത്തിയ രാഹുൽ ജബൽ അലി ലേബർ കോളനിയിലെ തൊഴിലാളികളെ അഭിസംബോധന ചെയ്തു. കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, സാം പിത്രോഡ എന്നിവർ രാഹുലിനൊപ്പം വേദിയിൽ ഉണ്ടായിരുന്നു. Mahatma Gandhi was a great exponent of non-violence. But Mahatma Gandhi ji picked up the idea of non-violence from our great religions, from our great teachers. Mahatma Gandhi picked up the idea of non-violence from ancient Indian philosophy, from Islam, from Christianity, from Judaism, from every great religion, where it is clearly written that violence will not help anyone achieve anything. Where you come from, man, woman, my doors are open for you. You just tell me how I can help you and I am at your service. We are facing an electoral battle in 2019. I want to tell you with utmost confidence that we are going to win that battle and we are going to bring India together again and move forward and take on the great challenges that our country faces. News Desk, Malayali Vartha.